രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അമ്മയുടെ പക്കൽ നിന്ന് കാനനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അനുവാദം രാമൻ നിർബന്ധപൂർവമായിട്ട് വാങ്ങുകയാണ്. അമ്മയെ സമ്മതിപ്പിച്ചു. അമ്മയ്ക്ക് സമ്മതിക്കാതെ നിവൃത്തിയില്ല. അങ്ങനെ രാമൻ അവിടുന്ന് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം തന്നെ ലക്ഷ്മണൻ അവിടെ പാഞ്ഞെത്തി. ലക്ഷ്മണൻ അവിടെ വരുമ്പോഴേക്കും അറിഞ്ഞു കാര്യങ്ങൾ. അമ്മയും മകനും തമ്മിലുള്ളതായ സംഭാഷണം ലക്ഷ്മണൻ കേട്ടു. ലക്ഷ്മണൻ കേട്ടിട്ട് പ്രളയാഗ്നി പോലെ ജ്വലിച്ചു. ലക്ഷ്മണന് തൻ്റെ പ്രാണനേക്കാൾ വലുത് രാമനാണ്. രാമൻ്റെ നേരെ ആരും വിരൽ ചൂണ്ടുന്നത് ലക്ഷ്മണൻ സഹിക്കില്ല. അതാര് തന്നെ ആയിക്കൊള്ളട്ടെ, അത് ദേവന്മാരായാലും അസുരന്മാരായാലും ശരി. അവരോട് ലക്ഷ്മണൻ വില്ലുമെടുത്ത് പടക്കിറങ്ങും. അവരെ മുഴുവൻ സംഹരിക്കാനുള്ള ശേഷി ലക്ഷ്മണനുണ്ട്. അത് ലക്ഷ്മണനും അറിയാം, രാമനും അറിയാം, ലോകത്തിലെല്ലാവർക്കും അറിയാം. ആരാണ് ലക്ഷ്മണൻ എന്നുള്ളത് നമ്മൾ നേരത്തെ കേട്ടതാണ് വസിഷ്ഠൻ്റെ വാക്കിലൂടെ. അനന്തനാണ് ലക്ഷ്മണൻ എന്ന്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ ഭണങ്ങളിൽ താങ്ങി നിർത്തുന്നവനാണ് അനന്തൻ. അനന്തൻ്റെ ബലം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. അതാണ് ലക്ഷ്മണൻ്റെ ബലം. ആ ലക്ഷ്മണനെ തടയാൻ ഈ ലോകത്തിൽ ആർക്കും തന്നെ സാധ്യമല്ല. ആ ലക്ഷ്മണൻ കോപത്തോടുകൂടി വില്ലുമെടുത്തിട്ട് വരികയാണ്. പ്രളയാഗ്നി പോലെ ജ്വലിച്ചുകൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു, ബന്ധിച്ച താതനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിൽ നയിച്ച് അഭിഷേകം ഒരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ഞാൻ ഇപ്പോൾ അഭിഷേകം നടത്തും. അങ്ങ് കാട്ടിലേക്ക് പോകണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അച്ഛനെ പിടിച്ച് ഞാൻ കാരാഗൃഹത്തിലിടും. ഈ നാട്ടിലുള്ള ആരെങ്കിലും അങ്ങയ്ക്കെതിരെ യുദ്ധത്തിന് വാളുമെടുത്ത് അല്ലെങ്കിൽ വില്ലുമെടുത്ത് വരികയാണെങ്കിൽ അവരെയെല്ലാം പരിബന്ധികളായിട്ട് ശത്രുക്കളായിട്ട് ആരൊക്കെയാണോ അങ്ങയ്ക്ക് വിപരീതമായി വരുന്നത് അവരെയെല്ലാം അന്തകൻ വീട്ടിൽ നിന്ന് അയച്ച് കാലൻ്റെ ഉരിയിലേക്ക് ഞാൻ പറഞ്ഞയക്കും. എന്നിട്ട് അഭിഷേകം ഒരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. വാൽമീകി രാമായണത്തിൽ വളരെ വിസ്തരിച്ച ഈ ഭാഗമെല്ലാം നാം കേൾക്കും. ലക്ഷ്മണന്റെ വാക്കുകൾ, ദേവന്മാർ മുഴുവൻ അങ്ങയെ ഇവിടെ നിന്ന് കാട്ടിലേക്ക് പറഞ്ഞയക്കാൻ കച്ചയും കെട്ടി വന്നു കഴിഞ്ഞാൽ ഈ ലോകം ദേവന്മാരില്ലാത്തതാക്കി തീർക്കും ഞാൻ. അസുരന്മാർ വന്നാലോ അവരെയും മുഴുവൻ ഞാൻ ഹിംസിച്ച് ഈ അമ്പുകൾ കൊണ്ട് തകർത്ത് ഈ ഭൂമിയിലേക്കിടും. അയോധ്യയിലെ ജനങ്ങൾ അങ്ങയ്ക്കെതിരെ വന്നാലോ ഈ അയോധ്യയെ മനുഷ്യരഹിതമാക്കി തീർക്കും ഞാൻ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മണന്റെ വരവ്. രാമൻ സിംഹാസനത്തിൽ ഒരു തെല്ല് ആഗ്രഹമുണ്ടെങ്കിൽ മിണ്ടാതിരുന്നാൽ മതി. അഭിഷേകം ഒരു അന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ലക്ഷ്മണൻ അത് ചെയ്യും, അതിലപ്പുറവും ചെയ്യും. അപ്പോൾ രാമന് പറയാം, ഞാൻ എന്ത് ചെയ്യാൻ? ലക്ഷ്മണൻ എന്നെ ബന്ധിച്ച് സിംഹാസനത്തിലിരുത്തി. ലക്ഷ്മണൻ ഇത് ചെയ്യുമ്പോൾ നാട്ടുകാരറിയും. രാമന് നേരത്തെ നിശ്ചയിച്ചതായ അഭിഷേകം ഇതാ മുടങ്ങാൻ പോകുകയാണ്. അതുകൊണ്ടാണ് ലക്ഷ്മണൻ ഇങ്ങനെ രാമനെ സിംഹാസനത്തിലിരുത്തി അഭിഷേകം ചെയ്തെന്നറിയും. നാട്ടുകാർ മുഴുവൻ ഏകകണ്ഠമായി ലക്ഷ്മണനോടൊപ്പം അണിനിരക്കും. രാമൻ എന്ത് ചെയ്യാൻ പറ്റും? നാട്ടുകാരൻ മുഴുവൻ അമ്പുകൾ കൊണ്ട് മൂടിയിട്ട് രാമന് കാട്ടിലേക്ക് പോകാൻ പറ്റുമോ? നാട്ടിലുള്ള ഒരൊറ്റയാളിനെ പോലും ഒരു ചെറിയ പോറൽ പോലും ഏൽപ്പിക്കാൻ രാമൻ്റെ മനസ്സ് രാമനെ അനുവദിക്കില്ല. എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നവനാണ് രാമൻ. അതുകൊണ്ടാണ് രാമൻ എന്ന പേര്. അപ്പോൾ അവരാരും അറിയുന്നതിന് മുമ്പേ പോകണം. ലക്ഷ്മണൻ ഇതാ അറിഞ്ഞു, കോപിച്ച് ഇളകി മറിഞ്ഞ് വന്നിരിക്കുന്നു.
ലക്ഷ്മണൻ പറഞ്ഞ വാക്ക് പരിപാലിച്ചിരിക്കും, അതിനുള്ള ശേഷി അവനുണ്ട്. എന്തു വേണം? ലക്ഷ്മണനെ സാന്ത്വനപ്പെടുത്തണം. ലക്ഷ്മണന്റെ ഹൃദയത്തിൽ ആദ്യത്തെ സ്ഥാനം രാമനാണ്. ആ സ്ഥാനം വേറെ ആർക്കുമില്ല. എന്തെങ്കിലും രാമൻ വിപരീതമായി കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്മണൻ അത് മുഴുവൻ തകർത്ത് കളയും. അപ്പോൾ ലക്ഷ്മണനെ സാന്ത്വനപ്പെടുത്തേണ്ടത് തൻ്റെ ചുമതലയാണ്. രാമൻ എന്ത് ചെയ്തു? ഇങ്ങനെ ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാൻ തയ്യാറായി സൗമിത്ര നിൽക്കുന്ന അവസരത്തിൽ മന്ദഹാസം ചെയ്ത് മന്ദേതരം ചെന്ന് നന്ദിച്ച് ഗാഠമായി ആലിംഗനം ചെയ്ത് രാമൻ ലക്ഷ്മണന്റെ മുഖത്ത് നോക്കി പുഞ്ചിരി തൂകി. രാമനെ കണ്ടാൽ തന്നെ ലക്ഷ്മണൻ അപ്പോൾ ശാന്തരായി പോകും. പക്ഷെ ഈ ഘട്ടത്തിന്റെ പ്രത്യേകത കൊണ്ട് ലക്ഷ്മണൻ തിളയ്ക്കുകയാണ്. രാമൻ പുഞ്ചിരിച്ചു. കണ്ടാൽ തന്നെ ശാന്തനാകുന്നയാൾ പുഞ്ചിരിച്ചു കഴിഞ്ഞാലോ? പുഞ്ചിരിച്ചു. എന്നിട്ട് വേഗത്തിൽ ലക്ഷ്മണന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ഗാഠമായി ആലിംഗനം ചെയ്തു. എന്നിട്ട് അദ്ദേഹം ലക്ഷ്മണനോട് പറഞ്ഞു, അല്ലയോ കുഞ്ഞെ, നിന്റെ മനസ്സിൻ്റെ സങ്കല്പം എനിക്ക് നന്നായി അറിയും. നിനക്ക് എന്നോടുള്ള സ്നേഹം എനിക്ക് നന്നായി അറിയും. നിനക്ക് ധർമ്മത്തോടുള്ളതായ സ്നേഹം എനിക്ക് നന്നായി അറിയും. നിന്റെ കരുത്ത് അതെനിക്ക് നന്നായി അറിയും. നീ എന്ത് ചിന്തിച്ചാലും നിനക്ക് നടപ്പിലാക്കാൻ കഴിയും എന്ന് എനിക്ക് നന്നായി അറിയും. എങ്കിലും ഒന്നിത് കേൾക്കണം. ഒരു നിമിഷം നിന്ന് എൻ്റെ വാക്കുകൾ നീ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഇതൊക്കെ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതാണ് ആ സാന്ത്വന പ്രക്രിയയുടെ മനഃശാസ്ത്രപരമായ സമീപനം. മനഃശാസ്ത്രം ഭാരതത്തിൽ ഉദിച്ചതാണ്. അതാണ് നമ്മുടെ വേദാന്ത സംഹിത. ഉപനിഷത്തുകളിലാണ് മനഃശാസ്ത്രം, ഭാരതീയ മനഃശാസ്ത്രം. അതിനടുത്ത് ഒരു മനഃശാസ്ത്രവും ലോകത്തിൽ ഇന്നേ വരെ എത്തിയിട്ടില്ല. അതിൻ്റെ വിദൂരമായ തലങ്ങളിൽ ആണ് ഫ്രോയിഡും യുങ്ങും ലക്കാനും ഒക്കെ കിടക്കുന്നത്. അവരുടെ മനഃശാസ്ത്രം കേട്ടാൽ നമ്മുടെ ഭാരതീയമായ മനഃശാസ്ത്രം പഠിച്ച ആളുകൾക്ക് ചിരി വരും. അങ്ങനെ ആ മനഃശാസ്ത്രത്തിൻ്റെ നല്ലൊരു പ്രയോഗം നമുക്കിവിടെ കാണാം. ലക്ഷ്മണനോട് കോപിച്ചില്ല രാമൻ, ലക്ഷ്മണനെ നിന്ദിച്ചില്ല. ഈ പറയുന്നതും നിനക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞില്ല. പിന്നെയോ, ഇതൊക്കെ നിന്നെക്കൊണ്ടാകും, യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുഞ്ചിരി കൊണ്ട് ലക്ഷ്മണനെ ആദ്യമേ തന്നെ വശീകരിച്ച് ആലിംഗനം ചെയ്ത് ലക്ഷ്മണനോട് മധുരമായി സംസാരിക്കാണ്. വത്സ സൗമിത്രേ, കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞ് എന്നോട് വാക്കുകൾ. ലക്ഷ്മണ സാന്ത്വനം എന്നുകൂടി പേരുള്ള ലക്ഷ്മണോപദേശമാണിത്. 3 ലക്ഷ്മണോപദേശങ്ങൾ അധ്യാത്മരാമായണത്തിലുണ്ട്. അതിൽ അയോധ്യാകാന്ഡത്തിലുള്ള ആദ്യത്തെ ലക്ഷ്മണോപദേശം അതാണിത്. ധാർമ്മികനായ ആണ് ലക്ഷ്മണൻ, യാതൊരു സംശയവും വേണ്ട. ധർമ്മശാസ്ത്രം ഗ്രഹിച്ച് ധർമ്മശാസ്ത്രത്തിൻ്റെ പന്ഥാവിലൂടെ ചലിക്കുന്നയാളാണ്. അങ്ങനെയുള്ള ആളിന് ആദ്യം കൊടുക്കേണ്ടതായ ബൗദ്ധികമായിട്ടുള്ള ജ്ഞാനം, ഭാവിയിൽ അനുഭൂതിയിലേക്ക് നയിക്കുന്നതായ ജ്ഞാനം, അതാണ് കൊടുക്കേണ്ട രീതിയിൽ സ്നേഹമസൃണമായി ലക്ഷ്മണന് രാമൻ നൽകുന്നത്. ലക്ഷ്മണന്റെ മനസ്സിനെ വശീകരിച്ചിട്ട് ലക്ഷ്മണനോട് പറയുന്നു, വത്സ കുഞ്ഞേ, രാമനേക്കാളും 48 മണിക്കൂർ എളുപ്പം പോലും ഇല്ല. രാമൻ ജനിച്ച് ഒരു ദിവസം കഴിഞ്ഞിട്ട് 2-ാം ദിവസം ജനിച്ചു. ഇത്രയേ ഉള്ളൂ പ്രായക്കുറവ്. എങ്കിലും രാമൻ്റെ മുന്നിൽ കുഞ്ഞാണ്. വത്സ, സൗമിത്രയെ, സുമിത്രയുടെ മകനെ. സുമിത്രയുടെ മകനെന്നാണല്ലോ സൗമിത്ര ശബ്ദത്തിൻ്റെ അർത്ഥം. എന്താ അങ്ങനെ പറഞ്ഞത്? ലക്ഷ്മണനെ അങ്ങനെ ലക്ഷ്മണ എന്ന് വിളിക്കാതെ സൗമിത്രേ എന്ന് തന്നെ വിളിച്ചതെന്ത് കാരണമുണ്ട്? ലക്ഷ്മണനറിയാം രാമന് സുമിത്രയോടുള്ളതായ സ്നേഹത്തിൻ്റെ ആധിക്യം. കൗസല്യയോടുള്ളതിനേക്കാളേറെ സ്നേഹം രാമന് സുമിത്രയോടുണ്ട്. സുമിത്രയ്ക്ക് ലക്ഷ്മണനോടും ശത്രുഘ്നനോടും ഉള്ളതിനേക്കാളേറെ വാത്സല്യം രാമനോടുണ്ട്. അങ്ങനെ സുമിത്രയുടെ മകനാണ് രാമൻ. ലക്ഷ്മണൻ 2-ാം സ്ഥാനത്ത് വരുന്നേ ഉള്ളൂ.
അത് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരൊറ്റ സംബോധനയിലൂടെ. രാമൻ തന്നെയാണ് യഥാർത്ഥ സൗമിത്രി. സ്നേഹബന്ധം കൊണ്ട് രാമനാണ് സൗമിത്രി. അങ്ങനെ സൗമിത്രി എന്നുള്ള നിലയിൽ ലക്ഷ്മണൻ രാമനും ഒരുപോലെ, രാമൻ ഒരുപടി മുമ്പിൽ. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് സുമിത്രയും രാമനും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ദാർഢ്യം ഓർമ്മിപ്പിക്കാൻ. ഇത്രയേറെ സ്നേഹബന്ധം അവർ തമ്മിലുണ്ടെങ്കിൽ ലക്ഷ്മണനും അതേ പ്രകാരത്തിലുള്ള സ്നേഹം രാമനോടുണ്ടാകണമല്ലോ. രാമൻ പറയുന്നത് ലക്ഷ്മണൻ അതേ പ്രകാരം അംഗീകരിക്കണമല്ലോ. അതിനുവേണ്ടി ഇതാണ് മനഃശാസ്ത്രപരമാണ് ഓരോ വാക്കും. സൗമിത്രേ കുമാര, കുഞ്ഞേ എന്ന് വീണ്ടും വിളിക്കാണ്. നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞ് എന്നോட വാക്കുകൾ. പിടിവാസി എല്ലാം കളഞ്ഞ് നീ വലിയൊരു നിർബന്ധത്തിൽ നിൽക്കാണ്. അത് തൽക്കാലം മാറ്റിവെക്കുക. അത് നിന്റെ മനസ്സിൽ നീ നിറച്ചു വച്ചു കഴിഞ്ഞാൽ ഈ വാക്കുകൾ നിന്റെ ഹൃദയത്തിനുള്ളിലേക്ക് കടന്നു വരില്ല. ഈ വാക്കുകൾ നീ ശ്രദ്ധയോടുകൂടി കേൾക്കണം, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അതിനുശേഷം ഇതിനെ വിലയിരുത്തിയിട്ട് നീ പ്രവർത്തിച്ചോളൂ. രാമനറിയാം ഈ വാക്കുകൾ ലക്ഷ്മണൻ എന്നല്ല ആര് കേട്ട് കഴിഞ്ഞാലും അവർ ധർമ്മത്തിൻ്റെ മാർഗത്തിൽ ഉറച്ച് നിൽക്കും എന്ന്. ലക്ഷ്മണന് രാമനോടുള്ള സ്നേഹ ആധിക്യമാണ് ലക്ഷ്മണൻ്റെ വാക്കുകളിൽ ബന്ധിച്ചത് അതിനെയും എന്നൊക്കെ നമ്മൾ കേട്ടത്. അച്ഛനോട് അങ്ങേയറ്റം ബഹുമാനമാണ് ലക്ഷ്മണന്. അമ്മമാരോട് എല്ലാവരോടും അങ്ങേയറ്റം ആദരവാണ് ലക്ഷ്മണൻ. അതിനൊന്നിനും ഒരു കുറവുമില്ല. പക്ഷേ രാമനെതിരെ ആരും തിരിഞ്ഞു പോകരുത്, എങ്കിൽ ലക്ഷ്മണൻ വിടില്ല ആരെയായാലും. അത്രയേ ഉള്ളൂ. രാമനോടുള്ള സ്നേഹ ആധിക്യം കൊണ്ട് അത് ധർമ്മനിഷ്ഠയാണ്. ജ്യേഷ്ഠനെ ജീവിത സർവസ്വമായി കാണാൻ കഴിയുന്നത് ഏതൊരു അനുജൻ്റെയും തപസ്യയാണ്. അക്കാര്യത്തിൽ ലക്ഷ്മണൻ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ്. അങ്ങനെ ജ്യേഷ്ഠനോടുള്ള ആ സ്നേഹ അതിരേകത്താൽ ലക്ഷ്മണൻ ഒരു കാര്യം മറന്നുപോയി. ഇത്രയേ ഉള്ളൂ ലക്ഷ്മണന് പറ്റിയ കുഴപ്പം. ലക്ഷ്മണൻ ധർമ്മത്തിൻ്റെ മാർഗത്തിൽ തന്നെയാണ്. ജ്യേഷ്ഠനോടുള്ള സ്നേഹം എന്നുള്ള ആ ധർമ്മം, അതിൻ്റെ ആധിക്യം കൊണ്ട് മറക്കാൻ പാടില്ലാത്തൊരു കാര്യം മറന്നുപോയി. എന്താ അത്? രാമന് ദശരഥനോടുള്ള കടപ്പാട്. രാമൻ ദശരഥൻ്റെ മകനാണ്, കൈകേയിയുടെ മകനാണ്, സുമിത്രയുടെ മകനാണ്, കൗസല്യയുടെ മകനാണ്, ഒക്കെയാണ്. ഇതൊക്കെ ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും എല്ലാവർക്കും അറിയാം. അങ്ങനെ രാമന് തൻ്റെ പിതാവിനോടും മാതാക്കളോടുമുള്ളതായ കടപ്പാട്, അത് ലക്ഷ്മണൻ തൽക്കാലം മറന്നു. രാമൻ കാട്ടിലേക്ക് പുറപ്പെടുന്നത് അച്ഛനോടുള്ള കടപ്പാട് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ഈ ലോകത്തിൽ ആർക്കും അധികാരമില്ല, മഹാരാജാവിന് പോലുമില്ല. ആ നിലയ്ക്ക് ലക്ഷ്മണനും ചോദ്യം ചെയ്യാൻ അധികാരമില്ല. ലക്ഷ്മണൻ രാമനോടുള്ള സ്നേഹമൊക്കെ ഏറ്റവും ഉചിതം. പക്ഷേ ഇതിനെ മറന്നു പോകരുത്. ലക്ഷ്മണൻ്റെ ധർമ്മനിഷ്ഠ അങ്ങേയറ്റം ശുദ്ധമാണ്, സമർത്ഥമാണ്. പക്ഷേ അത് ഒരിടത്ത് ഏറി നിന്നപ്പോൾ മറുവശം തെല്ലൊന്നും മറന്നു. അത് ഓർമ്മിപ്പിക്കുക, അതാണ് രാമൻ ചെയ്യുന്നത്. അത് ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാലോ ലക്ഷ്മണൻ അങ്ങേയറ്റം ശാന്തനായിത്തീരും. എന്താണോ രാമൻ അച്ഛൻ്റെ വാക്കിനെ സത്യമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്, അതിൽ ലക്ഷ്മണൻ അങ്ങേയറ്റം തൻ്റെ മനസ്സുകൊണ്ട് സമർപ്പിക്കും. അത് രാമനറിയാം. അതാണ് വത്സസൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞ് എന്നോട് വാക്കുകൾ. നിന്നോട് തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടോ. ഇങ്ങനെ മധുരമായ വാക്കുകൾ കൊണ്ട് ലക്ഷ്മണനെ സാന്ത്വനപ്പെടുത്തി. സാന്ത്വനിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ലക്ഷ്മണൻ്റെ മനസ്സ് രാമൻ്റെ വാക്കുകളിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധയോടുകൂടി നിൽക്കുകയാണ്. അപ്പോഴേക്കും തുടർന്നു വരുന്ന പരമാത്മനിഷ്ഠമായിരിക്കുന്ന ധർമ്മസ്വരൂപം രാമൻ പറയുമ്പോൾ ലക്ഷ്മണൻ അതെല്ലാം അതേ പ്രകാരത്തിൽ ഉൾക്കൊള്ളാനാകും. അങ്ങനെ ലക്ഷ്മണനെ സാന്ത്വനപ്പെടുത്തുന്നത് നമ്മളിവിടെ കാണും. ഈ ഭൂമിയിലുള്ള ധർമ്മനിഷ്ഠരായ ഏതൊരു മനുഷ്യനും ആദ്യം ലഭിക്കേണ്ടതായ ഉപദേശമാണിത്. ലൗകിക തലത്തിൽ നിന്ന് അലൗകിക തലത്തിലേക്ക് ഇത്
മാനവനെ ഉയർത്തുന്നു. നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചമല്ല ലക്ഷ്മണോപദേശം ശ്രദ്ധയോടുകൂടി കേട്ട് അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കിയാൽ കാണുന്ന പ്രപഞ്ചം. പ്രപഞ്ചത്തിന് പുതുജീവൻ സംഭവിക്കുന്നു. ഇതുവരെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ മൃഗപക്ഷികളെയും മനുഷ്യരെയും അതേപോലെ തന്നെ കല്ലിനെയും മണ്ണിനെയും സൂര്യചന്ദ്രാദികളെയും ഒക്കെ കണ്ട് ആ പ്രകാരത്തിലുള്ള ലോകത്തെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ആ ഒരു തലത്തിൽ നിന്നങ്ങ് മാറിയിട്ട് ഈ കാണായ ജഗത്ത് മുഴുവൻ ഇവിടെയുള്ള സർവ്വ പദാർത്ഥങ്ങളും പരമാത്മമയമാണ് എന്ന് വ്യക്തമായ ഉറപ്പിച്ചതായ ധാരണയുണ്ടാകും. അത് തന്നെയാണ് ഞാൻ, അത് തന്നെയാണ് ഈ ജഗത്ത്. അപ്പോൾ താൻ ചെയ്യേണ്ടതെന്താണ്? ഇപ്പോൾ മനുഷ്യരൂപത്തിൽ തൻ്റെ കർമ്മഗതി കൊണ്ട് ഇങ്ങനെ വന്നു ഇവിടെ കാലസ്വരൂപനായ ഈശ്വരൻ്റെ ആ നിർദ്ദേശത്താൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ആജ്ഞയാൽ. അപ്പോൾ തന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായ ഈ കർമ്മങ്ങൾ, കർത്തവ്യങ്ങൾ, അത് തൻ്റെ തന്നെ മുജ്ജന്മങ്ങളിലെ കർമ്മഫലമായിട്ട് വന്നു ചേർന്നതായ ബാധ്യതകളാണ്, തൻ്റെ വാസനകളാണ്. അതിനെ ഭംഗിയായി കർമ്മയോഗാധിഷ്ഠിതമായി നിർവഹിക്കുക, അത് മാത്രമാണ് വേണ്ടത്. അപ്പോഴേക്കും ഈ പ്രപഞ്ചം ഈശ്വരമയമായി, ബ്രഹ്മമയമായി, പ്രകാശപൂർണമായി, ആനന്ദപൂർണമായി, ജ്ഞാനപൂർണമായി അനുഭവപ്പെടും. ആ തലത്തിലേക്ക് ഏതൊരു മനുഷ്യനെയും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഈ ലോകം കണ്ട ഏറ്റവും അത്ഭുതകരമായ ഉപദേശം അതാണ് ലക്ഷ്മണോപദേശം. നമുക്ക് നാളെ രാത്രി 8:30 ഇതേപോലെ ഒരുമിച്ച് കൂടിയിട്ട് ലക്ഷ്മണോപദേശം നമുക്ക് ഗ്രഹിക്കാം. തുടർന്ന് അധ്യാത്മരാമായണത്തിലൂടെ നമുക്ക് മുന്നോട്ട് രാമനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യാം. അതിന് നമ്മുടെ ഗുരുനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരുടെയും ഗുരുനാഥൻ്റെ പാദപത്മങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.